ലോക്ക് ചെയ്യാം, ഇവിടെ കർവ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ലോക്കിംഗ് സ്ക്രൂ കൊടുത്തിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് തിരിച്ചിളക്കി എടുക്കാൻ പറ്റും. തിരിച്ചിളക്കി എടുക്കാം. ഡിഫറെന്റ് കളേഴ്സ് ആണ് ഇത്. പർട്ടിക്കുലർലി ഫോർ വോൾ ആണ്. നമ്മൾ ഈ ഒരു സർഫസ് വരുമ്പോഴത്തേക്ക് ആ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂടും, നല്ല രീതിയിൽ കൂടുക. ഇത് ക്ലാഡിങ്ങിന് യൂസ് ചെയ്യുന്ന PU ടെക്സ്ചർ ക്ലാഡിംഗ് ഷീറ്റ് ആണ്. ഇത് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്, ഇത് ഇന്റീരിയർ ആണ്, ഇന്റീരിയർ പർപ്പസ് ആണ്. എക്സ്റ്റീരിയർ WPC നമ്മൾ തോംസൺ ഒരു 7-8 വർഷമായിട്ട് എക്സ്റ്റീരിയർ പാനൽസ് ഉണ്ട്. ഓക്കെ, സീലിംഗിലേക്ക് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ട്രമൻഡസ് പ്രൊഡക്റ്റ് തരാം. നമസ്കാരം. നമ്മുടെ ഇന്റീരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മെറ്റീരിയൽസ് ആയിരുന്നു PVC, WPC, മൾട്ടിവുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഈ മൾട്ടിവുഡ് എന്ന് പറയുമ്പോഴത്തേക്കും പല ഷോപ്പുകളിൽ ചെല്ലുമ്പോഴും പലരും എടുത്തു കൊടുക്കുന്നത് മറ്റു പല PVC ബോർഡുകളാണ്. യഥാർത്ഥത്തിൽ മൾട്ടിവുഡ് എന്ന് പറയുന്നത് തോംസന്റെ ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഒരുപക്ഷെ ഡോക്ടർ ഇന്ത്യ എന്ന് പറയുന്ന ചാനലിലായിരിക്കും. നമ്മൾ അതിന് മുൻപ് വീഡിയോയും കാണിച്ചിട്ടുണ്ട് നമ്മുടെ തോംസൺ മൾട്ടിവുഡിൻ്റെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തോംസൺ മൾട്ടിവുഡിൻ്റെ സിസ്റ്റർ കൺസേൺ ആയ ടോം ലൂക്സിൻ്റെ ഷോറൂമിലാണ്. ഷോറൂം എന്നും പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റുഡിയോ ആണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെൻ്ററാണ്. നമ്മുടെ ഇൻറ്റീരിയറിൽ ഉപയോഗിക്കുന്ന ഇച്ചിരി മുന്നേ പറഞ്ഞ തോംസൻ്റെ തന്നെ WPC ബോർഡ്സ്, അതുപോലെ വാൾ ക്ലാഡിങ്സ്, സീലിങ്സ്, സോഫിക് പാനൽസ്, ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഞാൻ അജയ് ശങ്കർ, ഹൊമാൻ കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ടോം ലൂക്കിൻ്റെ ഡയറക്ടർ ആയിട്ടുള്ള തോമസ് ലൂക്കാണ്. താങ്ക് യു അജയ്, താങ്ക് യു ഫോർ കമ്മിങ്. യാ, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് ഈ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു പോകാം. ഇതെവിടെ കറക്റ്റ് വരുന്നത് സീപോർട്ട് എയർപോർട്ട്, അതായത് ഭാരത് മാതാ കോളേജ് കഴിഞ്ഞ് നമ്മൾ ടുവേർഡ്സ് HMT കളമശ്ശേരി റൂട്ട് പോകുമ്പോഴത്തേക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഹുണ്ടയുടെ ഷോറൂം ഉണ്ട്, നെക്സ്റ്റയുടെ ഷോറൂം ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡിസ്പ്ലേ സെന്റർ. യെസ്, ഇവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ എത്താം. നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരാം. തീർച്ചയായിട്ടും മൾട്ടിവുഡ് ഒക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിയുന്നതുമാണ്. പക്ഷേ തോംസന്റെ മറ്റൊരു പ്രൊഡക്റ്റാണ് വുഡെക്സ്. എനിക്ക് പണ്ടേ അറിയാം, പക്ഷേ നമ്മുടെ WPC പ്രൊഡക്റ്റ് അല്ലേ? തീർച്ചയായും പറഞ്ഞാട്ടെ. അപ്പം നമ്മൾ ഈ വുഡെക്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അതായത് ഈ തോംസൺ മൾട്ടിവുഡ് എന്ന് പറയുന്നത് തോംസന്റെ ബ്രാൻഡ് നെയിം ആയിട്ടുള്ള ഒരു പേരാണ് മൾട്ടിവുഡ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോഴും മാർക്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് മൾട്ടിവുഡ് എന്നുള്ളത്. ഈ മൾട്ടിവുഡ് എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും 0.7 ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ട് അറിയാലോ, ആ ഡെൻസിറ്റിയിൽ വരുന്ന ഷീറ്റാണ് തോംസൺ മൾട്ടിവുഡ് റെഗുലർ. ഇതിനകത്ത് കറക്റ്റ് ബ്രാൻഡിങ് നെയിം ഉണ്ട്. ഇതിൽ തന്നെ പല ഡെൻസിറ്റീസ് വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം നമുക്കും അതേപോലെ തന്നെ പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. പക്ഷെ മൾട്ടിവുഡ്, ഒറിജിനൽ മൾട്ടിവുഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഈ റെഗുലർ എന്ന് പറഞ്ഞ ഐറ്റം ആണ്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പം കമ്മിങ് ബാക്ക് ടു നമ്മുടെ WPC വുഡെക്സ് എന്ന് പറഞ്ഞ ഇത് ആക്ച്വലി ഒരു കോ എക്സ്ട്രൂഷൻ പ്രോസസ്സിൽ വരുന്ന മെറ്റീരിയൽ ആണ്. പക്ഷെ എല്ലാവരും ഇത് കോമൺ ആയിട്ട് ഇപ്പൊ പറയുന്നത് 3 ലെയർ എന്ന് പറയുന്നത് 3 ലെയർ ആണ് പറയുന്നത്. ഈ കോ എക്സ്ട്രൂഷന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇത് 3 ലെയർ ആണ്. അതായത് ഒരു സാൻഡ്വിച്ച് രൂപത്തിലാണ് ഷീറ്റ് മെഷീനിൽ പ്രൊഡക്ഷൻ ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസ് ഫിനിഷ് ആണ്. ഇപ്പം നമ്മളൊരു കിച്ചണോ അല്ലെങ്കിൽ വീടോ ചെയ്യാൻ നേരത്ത് നമ്മൾ പ്ലൈവുഡോ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നമ്മൾ ലൈനർ മൈക്ക് ഒട്ടിച്ചിട്ടാണ് കാർക്കസ് ചെയ്യുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എഡ്ജ് ബാൻഡ് മാത്രം ചെയ്താൽ നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റും. ഒരു മേളിലും താഴെ ലാമിനേറ്റ് പോലെയാണ് ആക്ച്വലി ഇതിന്റെ മേളിലുള്ള ആ ഗ്രിപ്പ് വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ, ഇത് ആക്ച്വലി ഈ ഒരു സർഫസ് വരുമ്പോഴത്തേക്ക് ആ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂടും. നല്ല രീതിയിൽ കൂടുക. 3 ലെയർ എന്ന് പറയുമ്പോൾ ആ ഗ്രിപ്പ് നമുക്ക് കുറച്ചുകൂടെ കിട്ടും. പ്ലസ് ഇതിന്റെ ഗ്ലോസി സർഫസ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതാണ് വുഡെക്സ് 3 ലെയർ. ഇത് പല ഇതുണ്ടോ? നമ്മുടെ മൾട്ടിവുഡ് പറയുന്ന പോലെ എക്കോ ഗ്രീൻ എന്ന് പറയുന്ന പോലെ ഉണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പല ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് പല രീതിയിലുള്ള റിക്വയർമെന്റ് ആയിരിക്കും. പ്രീമിയം നോക്കുന്നവരുണ്ടാവും, മീഡിയം ക്വാളിറ്റി നോക്കുന്നവരുണ്ടാവും. അപ്പൊ അതിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തോംസൺ വുഡെക്സ് എന്ന് പറയുന്നതാണ്, എല്ലാവരും വുഡെക്സ് ആണ് ചോദിക്കുന്നത്. പക്ഷേ വുഡെക്സ് എന്ന് പറയുന്നത് പ്രീമിയം ആണ്, 0.7 ഡെൻസിറ്റി ആണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് തോംസൺ വുഡെക്സ് എക്കോ ഇതിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെയിം ഫിനിഷ് തന്നെയാണ്, ഇല്ല ഡെൻസിറ്റി ഉള്ള വ്യത്യാസമാണ്. 0.65 നേരത്തെ പറഞ്ഞത് 0.7 ആണ്. അതിലും നമുക്ക് കുറച്ചുകൂടെ വരുമ്പോഴത്തേക്കാണ് WPC 3 ലെയർ പ്ലസ് എന്ന് പറഞ്ഞ ബോർഡ് വരുന്നത്. ഇത് 0.63 ഡെൻസിറ്റി ആണ്. ശരി. അപ്പം ഏതൊരു കസ്റ്റമേഴ്സിനും അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. തിക്നെസ് എല്ലാ തിക്നെസ് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 18mm, 17mm, 12mm, 9mm ഇത്രയും തിക്നെസ് നമുക്ക് വരുന്നത്. അത് എല്ലാത്തിനും ഈ പറഞ്ഞ തിക്നെസ് ഉണ്ട്, എല്ലാ തിക്നെസ്സും ഉണ്ട്. ഇൻ ബിറ്റ്വീൻ റേറ്റ് എനിക്ക് പറഞ്ഞുതരാം. നമുക്ക് ഒരു വുഡെക്സ് പ്രീമിയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 180 per square feet ആണ് വരുന്നത് റേറ്റ് വരുന്നത്. ഇത് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ഒരു 165 rupees square feet വരും. ഇത് വരുമ്പോൾ 160 rupees square feet വരും. എല്ലാ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ഡീലേഴ്സിൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അത് നമ്പർ കൊടുത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ഡീലേഴ്സിന് നിങ്ങൾ തന്നെ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുമല്ലോ.
ഇതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നാണ്. ഏറ്റവും ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇപ്പം മാർക്കറ്റിൽ അജിക്കാൻ അറിയാമല്ലോ പല മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പം ക്ലൈമറ്റ് മാറുന്നു, കാലാവസ്ഥ മാറുന്നു. അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് മൾട്ടിവുഡ് പോലെ അല്ലെങ്കിൽ WPC പോലത്തെ ഒരു ഷീറ്റാണ്. അതിൽ 3 ലെയർ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഞാനിത് ഇതിനെ ഒരു ബെസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 എക്സാമ്പിളാണ് പറയുന്നത്. ഒരു 10 ദിവസം കൊണ്ട് തീർക്കുന്ന പണി നമ്മളിത് വുഡെക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 6 ദിവസം പിന്നെ അത് മെയിൻ അഡ്വാൻറ്റേജ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. മൈക്ക് ഒട്ടിക്കണ്ട, പെയിന്റിങ് ചെയ്യേണ്ട, ലേബർ കോസ്റ്റ്. നമ്മളെപ്പോഴും ആൾക്കാർക്ക് ഒരു സ്ട്രഗിൾ വരുന്ന ലേബറിലാണ്. അത് ലേബർ ഏറ്റവും കുറയ്ക്കാൻ പറ്റും, അത്രയും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു PET USA ടെക്നോളജിയാണ് ആക്ച്വലി. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നോർമൽ അക്രിലിക്കിനെ കാട്ടും ഇതിന്റെ ഹാർഡ്നെസ് കൂടുതലാണ്. അതിന്റെ സർഫസിലെ ലാമിനേഷന് ഹാർഡ്നെസ് കൂടുതലാണ്, പ്ലസ് ഇതിന്റെ ഗ്ലോസിനെസ്സും കൂടുതലാണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ നോക്കി, ഇത് ഇപ്പൊ ഈ ഒരു ഓറഞ്ച് കളർ നമുക്ക് എടുക്കാം. ഇത് എടുക്കുമ്പോൾ നോർമലി നമ്മളൊരു മൈക്ക മേടിച്ചു, മൾട്ടിവുഡ് ആയിക്കോട്ടെ, പ്ലൈവുഡ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഒരു പ്രസ്സിംഗ് യൂണിറ്റ് കൊണ്ട് ഒട്ടിച്ചു. ഒട്ടിക്കുമ്പോഴത്തേക്ക് മേ ബി അൻറ്റുലേഷൻസ് വരാം, വേവ്നെസ് വരാം. അങ്ങനത്തെ ഒരു വേവ്നെസ് ഇതിനകത്ത് കാണത്തില്ല. അതിനാണ് എന്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് കാണുമ്പോൾ അറിയാം, ആ സാമ്പിളിൽ നോക്കുമ്പോൾ അതായത് കണ്ണാടി പോലെയാണ് ഫേസ്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഹൈ ഗ്ലോസി എന്ന് വേണം പറയാൻ. ഹൈ ഗ്ലോസി, അതും ഡബിൾ സൈഡിലാണ് ഇത് വരുന്നത്. രണ്ട് സൈഡും വരും. അപ്പം കസ്റ്റമറിന് ഇത് മേടിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം എഡ്ജ് ബാൻഡ് മാത്രം ഒട്ടിക്കുക, യൂസ് ചെയ്താൽ മതി. ഈ ഒരു എഡ്ജ് ബാൻഡ് കിട്ടും, ഇതേ സെയിം കളർ എഡ്ജ് ബാൻഡ് കിട്ടും. ഒട്ടിക്കുക, ഫിനിഷ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇതത് തുളച്ചിരിക്കുന്നതാണ്, അകത്ത് കാണാൻ സാധിക്കും. ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡ് തന്നെയാണ്. അതിന്റെ എത്ര കളേഴ്സ് അവൈലബിൾ ആണ്? നമുക്കിപ്പോൾ ഏകദേശം ഒരു 8-9 കളേഴ്സ് വരുന്നുണ്ട്. അത്രയും കളേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അത് നമുക്കൊരു 260 rupees per square feet ആണ് വരുന്നത്. ഡബിൾ സൈഡ് 260 ഡബിൾ സൈഡ് വെച്ചിട്ടല്ലേ? എനിക്ക് തോന്നുന്നു ഇത് ഡബിൾ സൈഡ് ചെയ്ത് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഡബിൾ സൈഡ് ചെയ്യാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് നമുക്ക് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടും ഡബിൾ സൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഇതും നമ്മളൊരു മാഗ്നത്തിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ ആണ്. ഇതൊക്കെ അങ്ങനെ തന്നെ, ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. ഇത് നമ്മൾ ഡിസ്പ്ലേ സെന്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സിംഗിൾ സൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിന് വരുമ്പോഴത്തേക്ക് ഡബിൾ സൈഡ് ആയിരിക്കും ചെയ്യാൻ പറ്റും. സിംഗിൾ സൈഡ് ആയിട്ട് ഇവിടെ സാഗ് ഒന്നും വന്നിട്ടില്ല. ഇത് നോക്കാം, അതാണ് നോക്കേണ്ടത്. ഇപ്പം പലരും പറയുമല്ലോ നമ്മള് മൾട്ടിവുഡിലോ അല്ലെങ്കിൽ WPCയില് സിംഗിൾ സൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ലാമിനേഷൻ വരാം. അതൊരു പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഇത് സിംഗിൾ സൈഡാ, ഇതിൽ ഒരു ബെൻഡിങ്ങോ കാര്യങ്ങളോ ഇല്ല. PET ടെക്നോളജി അല്ലാത്ത WPC കളേഴ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇതൊരു ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ്. അപ്പൊ കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു ബഡ്ജറ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്കും നമുക്ക് കളർ ഷീറ്റ് WPCയിൽ കൊടുക്കാൻ പറ്റും. എത്ര തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഒരു 160 rupees ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അതും ഡബിൾ സൈഡ് ലാമിനേഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെ ഇത് ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ളൂ, രണ്ട് സൈഡ് നമുക്ക് ലാമിനേഷൻ വന്നു. അത് നമുക്ക് ഏകദേശം ഒരു 6-7 കളേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. WPC തന്നെയാണ്. അതും ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും എടുക്കണ്ട, വേറൊന്നും ഇത് ചെയ്യണ്ട, വേസ്റ്റ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞാട്ടെ. ഇത് ആക്ച്വലി തോംസന്റെ വുഡെക്സ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ WPC ഷീറ്റ്. ശരി, അതിൽ തന്നെ PETയുടെ മാറ്റ് ഫിനിഷിൽ വരുന്ന ഷീറ്റാണ്. ഇതിന് മാറ്റ് ഫിനിഷ് ഉണ്ട്. എത്ര കളേഴ്സ് ഉണ്ട്? ഇത് നമുക്ക് കറന്റ് ഇപ്പൊ ഒരു 3 കളേഴ്സ് ആണ് വരുന്നത്. പക്ഷെ കളേഴ്സ് ആഡ് ആവുന്നുണ്ട്, അവൈലബിൾ ആവും. ഇതിപ്പോ ഉള്ളത് ഈ കളർ ഒന്ന്, പിന്നെ ഒരു വൈറ്റ്, ബേജ് കളർ. അതെ, ഇതിലും തൊടുമ്പോഴത്തേക്കും ഇതൊക്കെ ടച്ച് ആൻഡ് ഫീൽ ചെയ്തില്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എങ്കിലും മനസ്സിലാക്കാനായിട്ട് പറയാണ്, നമ്മുടെ പോഷ് ഫിനിഷ് ടൈല്, സിംബോളോടൊക്കെ ടൈല് തൊടുമ്പോഴത്തേക്കുള്ള ആ ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് ഇതിന് വരുന്നത്. സിൽക്കി മാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ. ഇതാണ് പ്രോഡക്റ്റ്. 8x4 തന്നെയാണ്. 8x4 ആണ്. തിക്നെസ് വരുന്നത് 17 mm ആണ് വരുന്നത്. പക്ഷേ ലാമിനേഷനും കൂടെ വരുമ്പോൾ 18 mm വരും. 18 mm കിട്ടും. ഇത് കാണാൻ പറ്റും. വുഡെക്സിൽ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അതെ, ഇത് ഒരു നോർമൽ ഒരു അക്രിലിക് അല്ല, നേരത്തെ പറഞ്ഞ PET എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രാച്ച് വരാനുള്ള സാധ്യത കുറവാണ്. ഇതിന്റെ സോഫ്റ്റ്നെസ് കൂടുതലായിരിക്കും, ഇതിന്റെ ഹാർഡ്നെസ്സും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഇതിന് റേറ്റ് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ സിംഗിൾ സൈഡ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഡബിൾ സൈഡ്, ഇത് സിംഗിൾ സൈഡ് ആണ് വരുന്നത്. സിംഗിൾ സൈഡ് വരുമ്പോഴത്തേക്ക് 230 rupees ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് അല്ലേ? സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിനും നമുക്ക് ബെൻഡ് പ്രശ്നങ്ങളൊന്നും തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടാൽ അറിയാൻ പറ്റും. പലർക്കും ഒരു എപ്പോഴും ഒരു ഡൗട്ടാണ്, നമ്മൾ ലാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ബെൻഡ് വരുമോ എന്നുള്ളത്. ബെൻഡ് വരാനുള്ള സാധ്യതകൾ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അതിന്റെ പ്രോസസ്സ് കറക്റ്റ് ആയിരിക്കും. വർക്ക്മാൻഷിപ്പ് കറക്റ്റ് ആയിരിക്കും. ഇതൊക്കെ നോക്കാം, ഇത് നമ്മൾ സിംഗിൾ സൈഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോ എല്ലാവരും ചോദിക്കുന്ന സാധനമാണ്, വുഡ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും നമ്മള് മലയാളികൾക്ക് തടി എന്ന് പറഞ്ഞൊരു വികാരമാണ്, വുഡ് ഫിനിഷ് എന്ന് പറയുന്ന ഒരു വികാരമാണ്. അപ്പൊ എപ്പോഴും തടി എന്നും എപ്പോഴും നിൽക്കും കളേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വുഡെക്സിൽ നമ്മൾ
നമുക്ക് PET തന്നെയാണ് ഫിനിഷ് വരും. ഫുഡ് ഫിനിഷ് എത്ര എണ്ണം ഉണ്ടെന്ന്? ഫുഡ് ഫിനിഷ് ഇപ്പോൾ കളറിൽ നമുക്ക് 1 ആണുള്ളത്, ഒരു ഒറ്റ കളറേ ഉള്ളൂ. പക്ഷെ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്യാം, ഫാക്ടറിയിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്തതിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റും. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു 70+1 എന്നുള്ള രീതിയിൽ ചെയ്യിക്കണം തോന്നുന്നു അല്ലേ? അതെ 18 mm തിക്നെസ് ആണ് വരുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ജസ്റ്റ് ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ സ്കോളിംഗ് കപ്പാസിറ്റിയെ കുറിച്ചൊക്കെ ധാരാളം പറയും, ഡെൻസിറ്റിയെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്ക് ഗ്രിപ്പ് ഒന്നും ഇല്ലാതെ അല്ലെ പ്ലഗ് ഇല്ലാതെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാം. തോംസന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എടുക്കുക, സ്ക്രൂ ഡയറക്റ്റ് ഫിക്സ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല, ഇത്ര തന്നെ ചെയ്യാനുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, അകത്ത് നിങ്ങൾക്ക് ഈ സാധനം വേക്കൻ്റ് ആക്കി വിടാം, പുറത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. കൂടാതെ ക്വാളിറ്റി വൈസിലും ഒരു പ്രൈസ് വൈസിലും ഒക്കെ നമുക്ക് അഫോർഡബിൾ എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും ഇപ്പം ഏതൊരു വീട് വെക്കുന്ന ആളുടെ സ്വപ്നമാണ് നല്ലൊരു വീട് വെക്കുക, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും പറയുന്നത് ഏറ്റവും നല്ല ഡെൻസിറ്റി ആയിട്ടുള്ള ഷീറ്റ് യൂസ് ചെയ്യുക, അതാണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ എപ്പോഴും നമ്മൾ ബോർഡുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആൾക്കാർ ഇപ്പം അറിയാലോ, ഇന്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ബ്യൂട്ടിഫിക്കേഷന്റെ തീർച്ചയായിട്ടും വന്നു തുടങ്ങി. അതിനുള്ള ധാരാളം പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളൊക്കെ 10 ഇരട്ടി 15 ഇരട്ടി സാധനങ്ങൾ നിങ്ങളോട് വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വാൾ ക്ലാഡിംഗ് തുടങ്ങാം. നമ്മളിപ്പോ ഇതിനകത്ത് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു PU ടെക്സ്ചർ വാൾ ക്ലാഡിംഗ് ഷീറ്റ് ആണ്. ഇതിപ്പം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയാതെ ഒരാളെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചോദിക്കും, ഇതെല്ലാം സ്റ്റോൺ ഫിനിഷ് ആണോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് സ്റ്റോൺ ഫിനിഷ് അല്ല, ഇത് ക്ലാഡിങ്ങിന് യൂസ് ചെയ്യുന്ന PU ടെക്സ്ചർ ക്ലാഡിംഗ് ഷീറ്റ് ആണ്. 3 mm തിക്നെസ്സിൽ വരുന്ന 8x4 ഷീറ്റിൽ വരുന്ന ഷീറ്റാണ്. ശരി, ഇതിനകത്ത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് വോളിൽ യൂസ് ചെയ്യാം, ഡയറക്റ്റ്ലി വോളിലേക്ക് യൂസ് ചെയ്യാം. എന്ത് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ സെന്ററിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നെയിൽ ഫ്രീ ഗ്ലൂ ആണ്. നെയിൽ ഫ്രീ ഗ്ലൂ സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലൂ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നല്ല രീതിയിൽ ഒരു വൺ ബോട്ടിൽ നമ്മൾ കൊടുത്ത് പേസ്റ്റ് ചെയ്യുക, വോളിലേക്ക് ഫിക്സ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട. ചോദിച്ചോട്ടെ, നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന ഒരു ടെക്സ്ചർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 152 മേളിലോട്ട് നല്ല ടെക്സ്ചർ ആണ്, നല്ല ടെക്സ്ചർ 152 മേളിലോട്ട്. ഇനി നല്ല ടൈല് യൂസ് ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ്. ഇത് അത്ര എക്സ്പെൻസ് വരുന്ന പ്രൊഡക്റ്റ് ആണ്. അതാണ് എന്റെ ഹൈലൈറ്റ്. ഇത് നമുക്കൊരു 90 രൂപയ്ക്ക് താഴെ സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ, കൊടുക്കാൻ പറ്റും. 90 rupees സ്ക്വയർ ഫീറ്റ്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ബോളിലോട്ട് ചെയ്യാന്നുള്ള. കാരണം ഇതിന് അൻഡുലേഷൻസ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യം, ഇത് ഓൾറെഡി സ്റ്റോൺ ഫിനിഷ് ആണ്. അൻഡുലേഷൻസ് നമ്മൾ മൈൻഡ് ഫ്രീ ആക്കി നമുക്ക് ചെയ്യേണ്ട. ഇത് ഒരു വാൾപേപ്പർ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പല പ്രശ്നങ്ങളും വരും. അതിനകത്ത് വാട്ടറിന്റെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ഒന്നുമില്ല. ഇതൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ചെളി പറ്റിയാൽ തന്നെ പൊടി വീണ നനഞ്ഞ തുണിയോട് തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഗ്യാരണ്ടി. ഇത് അതിന്റെ കുറെ പല കളേഴ്സ് വരുന്നുണ്ട്. ഇതൊരു വൈറ്റ് മാർബിൾ ഫിനിഷ് ആണ്. ഇതിന്റെ തന്നെ വേറൊരു സ്റ്റോൺ കളർ വരുന്നുണ്ട്. ഇത് എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? കളേഴ്സ് അവൈലബിൾ ആണ്? 7 കളേഴ്സ് അവൈലബിൾ ആണ്. ഉണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളർ ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഇത് നമ്മൾ 8x4 ഷീറ്റ് നമ്മൾ സർക്കിളിൽ കട്ട് ചെയ്ത് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് 8x4 ഷീറ്റ് ആണ്. അത് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ക്രോസ് ആയിട്ട് ഒരു മൾട്ടിവുഡിന്റെ പീസ് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇത് സിലിക്കോണിൽ ഒട്ടിച്ചു. എന്നിട്ട് ഇതിന്റെ എഡ്ജും നമ്മൾ അതിന്റെ തന്നെ പീസ് കൊണ്ട് കവർ ചെയ്തു. ഇതുപോലെ നമുക്ക് ഒരു ഡിസൈൻ, അതായത് ഈ പ്രോഡക്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഒരു ഡിസൈനറിന് എങ്ങനെ വേണമെങ്കിലും ഇതിന്റെ ചെയ്യാം. ഇപ്പൊ ഇതിലേക്ക് പോവാണെങ്കിൽ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു കളറാണ്. ഇതൊരു വൈറ്റ് പേർഷ്യ ബീച്ച് എന്ന് പറയുന്ന ടൈല് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൈലും പോരാ, അത് മാർബിൾ ആണ്. ശേഷം അതിന്റെ ഗ്രാനൈറ്റ് വന്നു. ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ തരാവേ, ഇത് ഫ്ലോറിൽ ഇടാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല. ഇത് ഓൺലി ഫോർ വോൾസ്. പലരും ചോദിക്കും ഇത് ഫ്ലോറിൽ ചെയ്യാൻ പറ്റും. ഫ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല ഇത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്, ഇത് ഇന്റീരിയർ ആട്ടോ. ഇന്റീരിയർ പർപ്പസ് ആണ്, എക്സ്റ്റീരിയർ അല്ല. ഇന്റീരിയർ പർപ്പസ് ആണ്. ഈ വാൾ ക്ലാഡിംഗ് തന്നെ നമുക്ക് ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്ന് തിരിച്ചിട്ടുണ്ട്. അത് എക്സ്റ്റീരിയർ ചെയ്യേണ്ട സാധനം മാത്രം എക്സ്റ്റീരിയർ ചെയ്യാം, ഇന്റീരിയർ ചെയ്യേണ്ട മാത്രം ഇന്റീരിയർ ചെയ്യാം. അപ്പൊ എനിക്ക് എക്സ്റ്റീരിയർ ചെയ്യേണ്ട വാൾ ക്ലാഡിംഗ്. എക്സ്റ്റീരിയർ ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് പല മെറ്റീരിയൽ ഉണ്ട്. തടിയുണ്ട്, അല്ലെങ്കിൽ അലൂമിനിയം ഉണ്ട്. പക്ഷെ WPCയിൽ വളരെ റെയർ ആയിട്ടാണ് ആൾക്കാർ അത് അറിയുന്നത്. ഉണ്ടെന്ന് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ട്. പക്ഷെ WPC നമ്മൾ തോംസൺ ഒരു 7-8 വർഷമായിട്ട് എക്സ്റ്റീരിയർ പാനൽസ് ഉണ്ട്. ഇപ്പോഴാണ് ഈ WPC ഒക്കെ ഒത്തിരിയും ആൾക്കാരെ ട്രെൻഡിലേക്ക് വരുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ WPC ആണ്. ഇത് കംപ്ലീറ്റ്ലി ഫോർ എക്സ്റ്റീരിയർ ആണ്. ഇതൊരു ടെക്സ്ചർ ഫിനിഷിൽ വരുന്ന ഒരു എക്സ്റ്റീരിയർ പാനൽസ് ആണ്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 9.25 അടി നീളം, അല്ലെങ്കിൽ 3 മീറ്റർ നീളം, വീതി 8 ഇഞ്ച് 5.5 ഇഞ്ച്, അതാണ് വരുന്നത് സൈസ്.
ഇതിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. ഇതൊരു 2 പീസാണ്. നമ്മൾ 2 പീസ് ജോയിൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ജോയിൻ ഫ്രീ ആണ്. ഒന്നും അറിയത്തില്ല, ജസ്റ്റ് സ്ക്രൂ ചെയ്യുക, ഫിക്സ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് അലൂമിനിയം ചാനൽ, നമ്മൾ ACP ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ക്ലാഡിംഗ് ഷീറ്റ് ചെയ്യുന്ന പോലെ അലൂമിനിയം ചാനൽ കൊടുക്കുക, അതിലേക്ക് സ്ക്രൂ സ്ക്രൂ കാണാൻ സാധിക്കത്തില്ല കേട്ടോ. അതുപോലെ ജോയിൻ ഫ്രീ ആ വരിക. പിന്നെ ഇതിനകത്ത് തന്നെ ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മൾ നോർമൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഫെയ്ഡിംഗ് ഒന്നും വരാത്തൊരു പ്രൊഡക്റ്റ് ആണ്. 10 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ വുഡ് പൊതിഞ്ഞിട്ടുള്ള ഔട്ട്സൈഡ് വോൾസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വട്ടയ്ക്കാനായിട്ടുള്ള സാധ്യത. പക്ഷേ ഇതിന് അങ്ങനെ ഒരു സാധ്യതയോ കളർ ഫെയ്ഡിങ്ങോ ഒന്നും ഇല്ലാത്ത ഫിറ്റ് ആൻഡ് ഫോർഗെറ്റ്, റെഡി ടു യൂസ് എന്നുള്ള രീതി കണക്കാക്കിയാൽ മതി. ഇവിടെ ധാരാളം. ഇത് ഇന്റീരിയറോ എക്സ്റ്റീരിയറോ? ഇതെല്ലാം ഇന്റീരിയേഴ്സ് ആണ്. ഇതെല്ലാം ഇന്റീരിയർ കളേഴ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു 80+ മോഡൽസ് റെഡി സ്റ്റോക്ക് ഉണ്ട്. സൈസ് എന്ത് വരുന്നുണ്ട് ഇതിന്റെ എല്ലാം? അതായത് നമ്മുടെ ഈ പാനൽസിന്റെ സൈസ് കംപ്ലീറ്റ്ലി വരുന്നത് 2.9 മീറ്റർ. 2.9 മീറ്റർ. ഒരു ഏകദേശം ലിൻഡൽ സൈസിൽ കിട്ടും. ഒരു വോൾ ടു വോൾ. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഫുൾ പാനലിന്റെ സൈസാണ്. ഈ ഒരു ഫുൾ ലെങ്ത് കിട്ടും. ഇത് നമുക്ക് വിഡ്ത്ത് പറയുവാണെങ്കിൽ 6 ഇഞ്ച് ഉണ്ട്, 8 ഇഞ്ച് ഉണ്ട്. ഈ 2 വിഡ്ത്തിലാണ് വരുന്നത്. പക്ഷെ വൺസ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് അറിയില്ല. അത് തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇതെനിക്ക് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ, 2 പീസാണ് ഈ വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് സിംഗിൾ പീസായിട്ട് ഫീൽ ചെയ്യും. ഈവൻ ഈ ഒരു ഏരിയ വരെ ഇത് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് അത് വിസിബിൾ ആവുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയും വിസിബിൾ ആവത്തില്ല. പക്ഷെ ഇതിലൊക്കെ ടെക്സ്ചറിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു വോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഡോറാ, പക്ഷെ നമ്മളിതിപ്പം കവർ ചെയ്ത് ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഏറ്റവും പോകുന്ന ഒരു കളറാണ്. ഇതിൽ ചെയ്യുമ്പോഴും ഉള്ളൊരു അഡ്വാൻറ്റേജസ് പറയാം. നമുക്ക് പെയിന്റ് അടിക്കണ്ട, അവിടെ പുട്ടിയിടണ്ട, നമ്മൾ പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് വെള്ളത്തിന്റെ എഫക്ഷൻ ഉണ്ടാവത്തില്ല, ടെർമൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ബാക്കിയുള്ള കാര്യം എനിക്കൊന്ന് ഫയർ റിട്ടാർഡന്റും അല്ലേ? ഇത് കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്ത് പോകുന്ന കുറച്ച് മോഡൽസ് ആണ്. അതായത് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ്, കോളേജസ് അങ്ങനെ പോകും. ഇപ്പുറത്തേക്ക് വരുവാണെങ്കിൽ ഈ 2 കളേഴ്സ് കൂടുതലും പോകുന്നത് നമ്മൾ ഹോട്ടൽ പ്രോജക്ട്സിനാണ് കൂടുതലും. ബിക്കോസ് അവരുടെ ഒരു ഡിസൈൻ എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ഫ്ലാഷി കളേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമേഴ്സിനാണെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്കുള്ള കളേഴ്സ് ഉണ്ട്, ഹോം ഇന്റീരിയേഴ്സിനുള്ള കളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ഉണ്ട്. സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 80+ മോഡൽസ് ഉണ്ട്, അവൈലബിൾ ആണ്. 80 മോഡൽസ്. ഈ വോളിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് 80+ ഉണ്ട്. നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും ഒരു 75+ മോഡൽസ് ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഡിസൈൻസ് ആണ്. ബിക്കോസ് എല്ലാവരും തടി ബേസ് ചെയ്ത് നോക്കുന്നതായതുകൊണ്ട് ഇത്രയും ഈ മോഡൽസ് കൂടുതലും വുഡ് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന ഒരു കളേഴ്സ് ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു വിനീർ ഫിനിഷിൽ വരുന്ന ഫ്ലൂയിഡ് പാനൽസ് ആണ്. കർവാണ്, വിനീർ ഫിനിഷിലേക്ക് വരുന്ന ഫ്ലൂയിഡ് പാനൽസ്. നമുക്ക് ഇത് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 100 rupees തൊട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് സ്റ്റാർട്ട് അവൈലബിൾ ആണ്. അതെനിക്ക് തോന്നുന്നു ഡിസൈൻ ഒക്കെ അനുസരിച്ച്, തിക്നെസ് അനുസരിച്ച് ഒരുപക്ഷെ വ്യത്യാസം അത്രയും വേരിയേഷൻസ് ഉണ്ട്. അപ്പം കസ്റ്റമറിന്റെ ഡിസൈൻ അനുസരിച്ച്, ആ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാനുണ്ട്. അത് 70+ മോഡൽസ് ഉണ്ട്. അവർക്ക് ഏത് റേറ്റിൽ വേണമെങ്കിലും എടുക്കാം. ഇതെന്താണ് സംഭവം? ഇത് ശരിക്കും പറഞ്ഞാൽ WPC ഷീറ്റ് ആണ്. എത്ര തിക്നെസ്സിലുള്ള? ഇത് ആക്ച്വലി 5 mm തിക്നെസ് വരും. 8x4 ഷീറ്റ് ആണ് സൈസ് വരുന്നത്. അതിന്റെ മേളിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇതൊരു വുഡ് ഫിനിഷ് വരുന്ന ലാമിനേഷൻ ആണ്. വുഡ് ഫിനിഷ് ആണ്. ഇതൊരു എന്നിട്ട് ടീ ബീഡിങ് കൊടുത്തിരിക്കുകയാണ്. ഒരു ടീ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നു. ഇത് ശരിക്കും നമ്മൾ ഒരു വാൾ ഡിസൈൻ അല്ലെങ്കിൽ വാൾ ക്ലാഡിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഇവിടെ കാണുമ്പോൾ നമുക്കൊരു ഓഫീസ് ലുക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോർപ്പറേറ്റ് ലുക്ക് കിട്ടുന്ന ഒരു ഫീലിലാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് 8x4 ഷീറ്റ് ആണ്. സിലിക്കോൺ ഫിക്സ് ചെയ്യുക, ഇതുപോലെ ഡിസൈൻ കൊടുക്കണമെങ്കിൽ പല കളർ ടീ പ്രൊഫൈൽസ് കിട്ടും. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, നമുക്കൊരു വാൾ റെഡിയാക്കി കിട്ടും. തോംസണിന് സീലിംഗ് പാനൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് തരാൻ സാധനമുണ്ട്. തോംസൺ ഫ്ലെക്സി പാനൽസ്. അതായത് ഫ്ലെക്സി ആണ്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് സീലിംഗ് അല്ലെങ്കിൽ വാൾ പാനലിംഗ് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഞാനിത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേറൊരു ബ്രാൻഡ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വൺ പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു പക്ഷേ ഇന്റർനാഷണൽ ലെവലില് പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ പക്ഷേ ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. ബഡ്ജറ്റ് പ്രശ്നമാണ്. നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്, തോംസൺ ഫ്ലെക്സി പാനൽ. ഇത് എക്സ്റ്റീരിയർ പാനൽസ്. അതായത് ഈ ചെയ്തിരിക്കുന്ന എക്സ്റ്റീരിയർ ഇന്റീരിയറും ചെയ്യാം, സീലിംഗിലും മുകളിലും ചെയ്യാം, എവിടെ വേണേൽ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് എനിക്കൊന്ന് ലോക്കിംഗ് ആണ്. ഇത് നമ്മൾ സ്ക്രൂ ചെയ്യുക, അടുത്ത പീസ് ലോക്ക് ഇതിനകത്തോട് ലോക്ക് ചെയ്യുക. ഓരോ പ്രൊഫൈലിന്റെയും ലോക്കിംഗ് സിസ്റ്റം വ്യത്യാസമായിരിക്കും. എത്ര പ്രൊഫൈൽസ് ഉണ്ട്? നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു 6 പ്രൊഫൈൽസ് ഉണ്ട്. ആഡ് ആവുന്നുണ്ട്. പ്രൊഡക്ഷൻ നമ്മളിപ്പോ ഒരു 1 year ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്ലെക്സി പാനൽ ചെയ്തിരിക്കുന്നതിന്റെ
ആ ഒരു സാധനമാണ് ഈ കാണുന്നത്. ഇത് കെർവി ഡിസൈൻ ആണ്. ഇതാണോ അത്? ഇതാണ് അതിന്റെ പ്രൊഫൈൽ. ഇത് നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ ഒരു ചാനൽ കൊടുക്കുക, അല്ലെങ്കിൽ മൾട്ടിവുഡിന്റെ ഒരു പീസ് ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് സ്ക്രൂ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഇപ്പൊ ടോമിന്റെ കയ്യിലിരിക്കുന്ന ആ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം. ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന ഓക്ക് എന്ന് പറഞ്ഞൊരു ഓക്ക് വുഡ് എന്ന് പറയും. ഓക്ക് വുഡ് കളറിൽ വരുന്ന ഒരു പാനൽസ് ആണ് ചെയ്യുന്നത്. ഇതും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫൈലാണ്. സാധാരണ ഈ പ്രൊഫൈൽസ് ഒക്കെ അകത്തോട്ടാണ് അതിന്റെ കർവ്, പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഡിസൈൻ കുറച്ചുകൂടെ വ്യത്യാസമായിരിക്കും. ഇതും ഈ സെയിം പ്രോഡക്റ്റ് തന്നെയാണ്. തോംസൺ ഫ്ലെക്സി ആണ്. ഇതും നമുക്ക് സീലിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്? നമുക്കൊരു 120 രൂപയ്ക്ക് കൊടുക്കാം സ്ക്വയർ ഫീറ്റ്. കസ്റ്റമർക്ക് കൊടുക്കാം. ഈ സാധനം ഞാൻ ആ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡിന് 270 രൂപയാണ് സ്ക്വയർ ഫീറ്റ് ആയിട്ട്. അത് ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ച് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായും. എന്നാലും 250 കണക്കാക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും. കർവ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് കർവ് ചെയ്ത് തരാം. ഇതും ഫ്ലെക്സി പാനൽസ് ആണ്. അതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാം, ഇവിടെ കർവ് ചെയ്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ലോക്കിംഗ് സ്ക്രൂ കൊടുത്തിട്ടുള്ളൂ, മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. ഇത് തിരിച്ചിളക്കി എടുക്കാൻ പറ്റും. തിരിച്ചിളക്കി എടുക്കാം, അൺസ്ക്രൂ ചെയ്താൽ മതി. ഇത് പെയിന്റബിൾ കേട്ടോ. ഇതിപ്പോ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും പെയിന്റും ചെയ്യാം. നാളെ ഒരു അവസരത്തിൽ മാറ്റണം തോന്നിയാൽ മാറ്റാം, എടുത്ത് മാറ്റാം, പെയിന്റ് ചെയ്യാം, എന്തും ചെയ്യാം. മോഡുലാറാണ് കേട്ടോ. ഇത് പർട്ടിക്കുലർലി ഫോർ വോൾ ആണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വോളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വോൾ പാനലിംഗിന് വേണ്ടി പർട്ടിക്കുലർലി കൊടുക്കുന്ന മോഡലാണ്. ഇത് നമ്മുടെ ഓക്ക് ഫിനിഷിൽ വരുന്ന സീലിംഗിന് നമ്മൾ നേരത്തെ കണ്ട സീലിംഗിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ കർവിഷ് മോഡലാണ്. അതിന് തന്നെ ഡിഫറെന്റ് പ്രൊഫൈലാണിത്. വോൾ പാനൽസിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ വ്യത്യസ്തമായിട്ട് മുന്നേറ്റ ഉള്ള പ്രോഡക്റ്റ് ആണ്. അതും നമുക്ക് അവൈലബിൾ ആണ്. ഈ പർട്ടിക്കുലർ മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിന്റെ ഈ വാൾ പാനലിംഗ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കുട്ടികളുടെ അത് കുറച്ചുകൂടി ഒരു ഫ്ലാഷി കളേഴ്സ് ആണ്. പ്ലസ് ഇതിനകത്ത് തന്നെ മിനിമൽ കളേഴ്സും വരുന്നുണ്ട്. പ്ലസ് ഇത് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിവുഡ് ആണെങ്കിലും അല്ലെങ്കിൽ WPC-ലാണെങ്കിലും നമ്മളൊരു ഷട്ടർ ചെയ്ത് നേരെ അതിലേക്ക് നമുക്ക് ഒട്ടിക്കാനും പറ്റും. അത് നമുക്കിപ്പോൾ കാണാം. അതിവിടെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഈ പ്രോഡക്റ്റ് അത് അവിടെ ചെയ്തിട്ടുണ്ടല്ലേ? അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൾട്ടിവുഡ് റെഗുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 0.7 ഡെൻസിറ്റിയിൽ വരുന്ന ഷീറ്റാണ്. അത് നമ്മൾ ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വൺ സൈഡ് ഈ പാനൽസ് ഒട്ടിച്ചിരിക്കുകയാണ്. വൺ സൈഡ് പാനൽ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കാം, ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. യാതൊരു ബെൻഡിങ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത സാധനമായി കാണുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സാധനമാണ് വെയിൻസ്കോട്ട്. ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വെയിൻസ്കോട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തോംസൺ മോൾഡിങ്സ് ആണ്. ഇത് മെറ്റീരിയൽ എന്താ പറയുക? ഇത് ശരിക്കും മൾട്ടിവുഡ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന PVC ബേസ്ഡ് ആണ്. ഇത് ജസ്റ്റ് സിലിക്കോൺ ബേസ്ഡ് നമ്മൾ ഒട്ടിക്കുക, ഇഷ്ടമുള്ള പെയിന്റ് ചെയ്യുക, സ്പ്രേ പെയിന്റ് എന്ത് വേണമെങ്കിലും ചെയ്യും, ഒരു കുഴപ്പമില്ല. നോർമലി എങ്ങനെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു പർട്ടിക്കുലർ പെയിന്റിംഗ് ഒന്നും പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാനുണ്ട്. ഇത് നിങ്ങൾ ഇറങ്ങിയിട്ട് കുറേ കാലം. ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു 6 വർഷമായി. 6 വർഷമായിട്ട് പോകുന്ന പ്രോഡക്റ്റ്. ഇതിൽ തന്നെ പല ഡിസൈൻസ് ഉണ്ട് കേട്ടോ. പല ഡിസൈൻസ് ഒരുപാട് കൊടുക്കാൻ നമുക്ക് 7-8 ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അതായത് സ്കേർട്ടിങ്ങിനുണ്ട്, താഴെ ഫ്ലോർ സ്കേർട്ടിങ്ങിന് കൊടുക്കാം, നമുക്ക് സീലിംഗിന് അവിടെ കൊടുക്കാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട്, വാൾ ഡിസൈൻ, പല ഓപ്ഷൻസ് ഉണ്ട്. ഏതിലും കൊടുക്കാം. നമ്മൾ അപ്പുറേ കണ്ട ആ ഒരു വാൾ ഡെക്കോർ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഷീറ്റാണ് കാണിച്ചത് 8x4. ഇതൊരു TV യൂണിറ്റ് ആണ്. TV യൂണിറ്റിൽ നമ്മളിവിടെ നമ്മുടെ ക്രീം ലൈൻ എന്ന് പറഞ്ഞൊരു വാൾ പാനൽസ് ആണ് ഒരു എന്താണ് PU ഫിനിഷിൽ വരുന്ന ഒരു പാനലാണ്. അത് കൊടുത്തിട്ട് സെന്ററിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഷീറ്റും കൊടുത്തു. ഇതാണ് അതിന്റെ ഒരു ഷീറ്റ്. ഇതിന്റെ റിജിഡിറ്റി ഹാർഡ് ആണ്. ഇത് തിക്നെസ് എത്ര വരുന്ന? 3 mm തിക്നെസ്. നമ്മളപ്പുറേ പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ ചോദിച്ചു എന്നുള്ളത്. ഇത്രയും റിജിഡ് ആയിട്ടുള്ള, ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഒടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒടിക്കും. അത് നമ്മുടെ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾ പാനലിംഗിന് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട വോളിലാണ് എന്ന് മാത്രം പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. സീലിംഗിലേക്ക് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ട്രമൻഡസ് പ്രൊഡക്റ്റ് തരാം. പറയും, എന്താണ് പ്രൊഡക്റ്റ്? ഇത് അലൂമിനിയം സിങ്ക് UV കോട്ടഡ് പഫ് പാനൽ, അല്ലെങ്കിൽ തോംസൺ മെറ്റ് വാൾ എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ഇതാണ് സാധനം കേട്ടോ. ഇത് അതിന്റെ താഴ്വശത്തായിട്ട് നമ്മൾ കാണുന്ന ഏരിയ ഇതാണ്. ബാക്ക് സൈഡും കവേർഡ് ആണ്, പക്ഷെ വൈറ്റ് കളറിലായിരിക്കും വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ്, അതായത് നമ്മൾ കാണാത്ത ഏരിയ വരിക. ഇത് എങ്ങനെയാണ്? ഇതാണ് അതിന്റെ ഷീറ്റ്. ഇതാണ് ഷീറ്റ്. ഇപ്പം ഇത് നോക്കുമ്പോഴത്തേക്ക് ഇത് സിമ്പിൾ ആണ്. നമ്മുടെ പഴയ പാനൽ ഫിക്സിംഗ് മെത്തേഡ് തന്നെയാണ്. 2 പാനലും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുക, സ്ക്രൂ ചെയ്യാന്ന് മാത്രം. ലോക്കിംഗ് സിസ്റ്റം, സ്ക്രൂയിങ് ആൻഡ് ലോക്കിംഗ് ആണ്. സൈസ് ഇതാണ് വരുന്നത്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് പഫ് ആയതുകൊണ്ട് തന്നെ ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ. നമ്മുടെ കാലാവസ്ഥ സീലിംഗില് നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റ് ഏതാന്ന് വെച്ചാൽ ചിപ്സോ ആണ്. 2 റീസൺസാണ്. ഒന്നതിന് വില കുറവാണ്,
രണ്ട് ഈ പറഞ്ഞ പോലെ സാഗിങ് സംഭവിക്കത്തില്ല, ഒരുപാട് ദോഷങ്ങളുള്ള പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, ദോഷങ്ങളുള്ള പ്രൊഡക്റ്റാണ്. പക്ഷെ ബഡ്ജറ്റ് നോക്കുമ്പോൾ അതൊരു ഈസി പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് ഞങ്ങൾ പറയാം വളരെ ഈസി ബഡ്ജറ്റ് പ്രോഡക്റ്റ്. അതേസമയം എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ജിപ്സം സീലിംഗ് ആണ്. ജിപ്സം നമ്മൾ സീൽ ചെയ്ത് പെയിന്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ടൈം ഒരു കോസ്റ്റ് വരും. പക്ഷെ അതിനോട് തന്നെ മാച്ച് ചെയ്യുന്ന പ്രൈസിങ് ഇതിന് വരുള്ളൂ. ഇത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്, അതായത് റെഡി ടു യൂസ്. ഇപ്പൊ ജിപ്സത്തിൽ നമ്മൾ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് വെള്ളം വീഴാം, അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാം. പക്ഷെ ഇത് വെള്ളം വീണാലോ ചൂടടിച്ചാലോ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ നിൽക്കും. സീലിങ്ങിന് വോൾ പാനലിങ്ങിന് ഏറ്റവും ബെസ്റ്റ്, ഞാൻ പർട്ടിക്കുലർലി പറഞ്ഞ സീലിംഗ് ആട്ടോ. എക്സ്റ്റീരിയറിൽ നമുക്ക് ചൂട് വരുന്ന ഭാഗം, ഇത് നമുക്ക് ഏറ്റവും ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ റെസിഡൻഷ്യൽ ഒരു ഹോം വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ടെറസ്, നമ്മൾ ടെറസ് റൂഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്കൊരു പാർട്ടീഷൻ പോലെ ചെയ്യണമെങ്കിൽ നമുക്ക് സീലിംഗ് ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇന്റീരിയർ ആയിക്കോട്ടെ, എവിടെ സീലിംഗ് ഉണ്ടോ അവിടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. വാൾ പാർട്ടീഷൻ വരെ നമുക്ക് യൂസ് ചെയ്യാം. വാൾ പാർട്ടീഷൻ ഫ്രെയിം ചെയ്യുക, സ്ക്രൂ ചെയ്യാന്ന് മാത്രമേ ചെയ്യാന്നുള്ളൂ. ഇത് എത്ര രൂപ വരുന്ന പ്രൊഡക്റ്റാ? അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു 115 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ജിപ്സം ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വന്നാലും ഇപ്പൊ പ്ലെയിൻ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 70-80 രൂപ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് കൂടും, എല്ലാം കൂടും. പക്ഷെ ഇത് വരുമ്പോൾ നമുക്ക് 115 രൂപയ്ക്ക് കസ്റ്റമർക്ക് കിട്ടും. നേരെ ഫിക്സ് ചെയ്ത് പോയാൽ മതി. നോർമലി ഉള്ള എല്ലാ സീലിംഗ് വർക്കേഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണോ? എല്ലാവർക്കും. അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കാർപ്പന്റേഴ്സ് ആയിക്കോട്ടെ, ഒന്നുമില്ല. ഇത് റെഡി ടു യൂസ് ആണ്. ഇത് നമ്മൾ ഇതുണ്ടോ, ഈ ഒരു പാനൽ കാണാം, ഇവിടെ സ്ക്രൂ ചെയ്യുന്നു, അടുത്ത പാനൽ ലോക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. കഴിഞ്ഞു. നോർമലി ചാനൽ അടിക്കുന്ന പോലെ അടിച്ചു പോകുന്നു. എല്ലാം ബാക്കി ജിപ്സം ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തോട്ട് ഇത് കണക്ട് ചെയ്താൽ മാത്രം. ഇതില്ല കേട്ടോ, വെയിറ്റ് കുറവാട്ടോ, തീരെ വെയിറ്റ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. ഇതാ ഇങ്ങനെ എടുത്ത് നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് വീശി കാണിക്കാൻ പറ്റുന്ന അത്ര തന്നെ ഉള്ളൂ ഇതിന് വെയിറ്റ്. അത്രയും ചെറിയ വെയിറ്റ് ഉള്ളൂ. ഇത് വാട്ടർ പ്രൂഫും ആണ്, ടെർമൈറ്റ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഹീറ്റ് പ്രൊട്ടക്ഷനും കിട്ടും. ഹീറ്റ് പ്രൊട്ടക്ഷൻ, സൗണ്ട് അത് പറയാൻ വിട്ടുപോയി. അക്യൂസ്റ്റിക് ഫീച്ചർ ആണ്. ഇതിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും. സൗണ്ട് നമ്മളെ നോർമലി സൗണ്ട് അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സാധനം ഫയർ ടാർഡനും കൂടിയാണ്. കാര്യം അകത്ത് വരുന്ന സാധനം പഫ് ആയതുകൊണ്ട് തന്നെ ചൂട്, നമ്മളിപ്പം ചൂടാണല്ലോ എല്ലാവരും ഫേസ് ചെയ്യുന്ന മെയിൻ കൺസേൺ. ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. ഈ സീലിംഗിലെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് സീലിംഗിൽ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ ആൾക്കാർ ഡെക്കറേറ്റീവ്സ് ആയിട്ട് പോലെ യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ കൊടുക്കാനുള്ളത്? നമുക്ക് ഇന്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഒരു തടി എപ്പോഴും ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ളൊരു കളറാണ്. അതുപോലെ നമ്മുടെ പഴയ ആ തടിയുടെ ഫിനിഷിൽ വരുന്ന ടെക്സ്ചറിൽ വരുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് WPC ഇത് WPC ആണ്. ഇത് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്നത് ഇത് 2 പീസാണ് ആക്ച്വലി. ജോയിന്റ് ആയിട്ട് ജോയിന്റ് ഫ്രീ ആണ്. ഇത് കാണാൻ പറ്റില്ല. ഇതും നമ്മൾ നേരെ സ്ക്രൂയിങ് ആൻഡ് ലോക്കിംഗ് മാത്രമേ ഉള്ളൂ. WPC ആണ് തന്നെ. നമുക്ക് PVC-യിൽ വരുന്ന നോർമൽ നമ്മുടെ പഴയ TKT PVC-യിൽ വരുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ക്രാക്കിംഗ് ഇഷ്യൂസ് വരത്തില്ല, ഡീലാമിനേഷൻ വരത്തില്ല. അതാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഇതും നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആട്ടോ. ഇപ്പൊ ഇത് ഒരു വുഡ് ഫിനിഷ് ആണെങ്കിൽ പോലും നമുക്ക് ഇതൊരു റോസ് വുഡ് ആണ്. റോസ് വുഡ് ഓപ്ഷൻസ് ഉണ്ട്. ഡിസൈൻസ് ഒരുപാട്, കളർ വേരിയേഷൻസ് ഒത്തിരി ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതിൽ ആ സെയിം പ്രൊഫൈലിൽ തന്നെ നമുക്ക് ഗ്രേ ഉണ്ട്. ഗ്രേ കിട്ടും. എല്ലാ നമുക്കൊരു 80+ കളേഴ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് പല തിക്നെസ്സിലും ഉണ്ട് കേട്ടോ. 10 mm തിക്നെസ് തൊട്ട് 24 വരെ വരും തിക്നെസ് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ പറയുന്ന സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ റെഡി പ്രോഡക്റ്റ് ആണ്. സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മളിത്. ഒറ്റ പ്രോഡക്റ്റും നാളത്തേക്ക് നിങ്ങൾ ക്ഷമിച്ചിരിക്കേണ്ടി വരത്തില്ല. നമുക്കെല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ ചോദിക്കും, ഒരു 400 പീസ് ചോദിച്ചാൽ നാളെ വേണമെങ്കിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് എന്ത് പ്രൊഡക്ട്സ്? ഇത് ആക്ച്വലി നമ്മുടെ പഴയ ഒരു എന്താണ് തടിയിൽ നമ്മൾ ലാമിനേഷൻ ചെയ്ത് സെപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ WPC-യിൽ വരുന്ന ബാഫിൾസ് ആണ്. ഇപ്പൊ അവിടെ കാണാൻ പറ്റും. ഇതൊരു ബെഡ്റൂം ആണ്. ഒരു ബെഡ്റൂം കിച്ചൺ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ബാഫിൾസ്. ഇത് WPC ആട്ടോ. ഹോളോ ആണിത്. WPC പ്രൊഫൈൽസ് ആണ്. നിങ്ങളിത് തട്ടി നോക്കിയാലോ ജസ്റ്റ് ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതൊരു വുഡാൽ അടിക്കുന്നതേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അങ്ങനെ വന്നിരിക്കുന്ന പ്രൊഡക്റ്റ്. ഇത് ഏതൊക്കെ കളേഴ്സാ? ഇപ്പൊ നമുക്ക് ടീക്കും ഉണ്ട്, റോസ് വുഡും ഉണ്ട്. ടീക്കും റോസ് വുഡും ഉണ്ട്. ഇത് അതിന്റെ ഭാഗമായിട്ട് വരുന്നല്ലേ? സൈസിൽ വേരിയേഷൻ വരുന്നുണ്ട്. സൈസ് നമുക്ക് 2 സൈസ് വരുന്നുണ്ട്. 100x40 വരുന്നുണ്ട്, 40x35 വരുന്നുണ്ട്. ഇതിപ്പോ നമ്മള് ഇന്റീരിയർ അല്ലേ മുഴുവൻ പറയും? ഇത് 2 ഇന്റീരിയേഴ്സ് ആണ്. എക്സ്റ്റീരിയർ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്. അവൈലബിൾ ആവുന്നുണ്ട്. അതേതാണാവോ? ഇതാണ് പ്രോഡക്റ്റ്. എക്സ്റ്റീരിയർ ബാഫിൾസ്. ഇത് എക്സ്റ്റീരിയർ ബാഫിൾസ് ആണ്. ഇത് നമ്മൾ വാൾ, നമ്മുടെ എലിവേഷൻ, വീടിന്റെ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റിന്റെ ഒക്കെ എലിവേഷൻ ഫുൾ ലെങ്ത് കൊടുക്കാൻ പറ്റും. ഇത് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് തടിയുടെ മാത്രമല്ല, ഇത് ശരിക്കും എനിക്ക് പെട്ടെന്ന് ആദ്യം ഞങ്ങൾ എന്റെ എടുത്ത് കൈ തന്നപ്പോ GI പോലെ എനിക്ക് അത്രയും കനം ഫീൽ ചെയ്തു. അത് നമ്മളൊരു അലൂമിനിയം ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കുറവാണ്. എത്ര വരുന്നുണ്ട്? ഇതൊരു 130 റണ്ണിങ് ഫീറ്റ്. ഇതെല്ലാം റണ്ണിങ് ഫീറ്റ്. എനിക്ക് മറ്റേ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് നമുക്ക് പീസ് റേറ്റ് ആണ്. ഒരു ഫുൾ ലെങ്ത് പറയുന്നത് 2.9 മീറ്റർ വരും. ഏകദേശം ഒരു 900 രൂപ
ഒരു പീസിന്. റേറ്റ് വരുന്നുണ്ടല്ലേ? ചെറിയ സൈസ് വരുവാണെങ്കിൽ 500 രൂപ. 500 രൂപ. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഇത് എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? ഇത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. റോസ് വുഡ് ഉണ്ട്, ടീക്ക് ഉണ്ട്, ഡാർക്ക് ടീക്ക് ഉണ്ട്. ഓക്കെ, അതെ. ഏതിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് എക്സ്റ്റീരിയർ ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്താൽ ഒന്നുകൂടെ പറഞ്ഞു. ഇത് ആക്ച്വലി എക്സ്റ്റീരിയർ WPC ആണ്, വെതർ പ്രൂഫ് ആണ്, വാട്ടർ, കളർ എല്ലാത്തിനും നമ്മൾ വാറണ്ടി കൊടുക്കും. ഒന്നിനും നമ്മൾ ടെൻഷൻ വേണ്ട, ഒന്നും വേണ്ട. വാറണ്ടി 10 ഇയർ വാറണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ബാക്കിയുള്ള കൂടുതൽ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആവുക വഴിയെ. അപ്പം ഞങ്ങളുള്ള കളേഴ്സാണ് ഇവിടെ പറഞ്ഞത്. ഈ ഡോറുകൾ, ഇന്റീരിയർ ഡോറുകൾ നോക്കുമ്പോഴത്തേക്ക് ഇന്റീരിയറിന്റെ എക്സ്റ്റീരിയർ ഏത് ഡോർ നോക്കിയാലും അതിനകത്ത് WPC ഇപ്പോൾ ഒരു മെയിൻ ഷെയർ വഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെയിൻ പ്രൊഡക്റ്റ് ആണ്. ഡോസും ഡോർ ഫ്രെയിംസും ഇത് WPC തന്നെയല്ലേ? എല്ലാം WPC ആണ്. അതിൽ വെയിൻസ്കോട്ട് ചെയ്തിരിക്കുന്നതായി എന്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം, അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. വൺ സൈഡ് നമ്മൾ ലാമിനേഷൻ മൈക്ക ലാമിനേഷൻ. ഓ ശരി. ഇത് ഏതൊക്കെ സൈസ് അവൈലബിൾ ആണ്? ഇത് നമുക്കിപ്പം 3 സൈസിലാണ് അവൈലബിൾ. അതായത് 25 mm, 28, 30 mm. അതിൽ തന്നെ പല സൈസ് വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് നമ്മുടെ കട്ടളയല്ലേ? കട്ടളയാണ്. ഇത് 3x2 ഹോളോയല്ല, ഫുൾ ആണല്ലേ? ഫുൾ സോളിഡ് പ്രോഡക്റ്റ് ആണ്. 3x2 ആണ്. 3x2 ആണ്. നമുക്ക് ഷോറൂം ആണെങ്കിൽ പോലും, അതായത് ഡിസ്പ്ലേ സെന്റർ ആണെങ്കിലും നമുക്ക് കാലിക്കറ്റ് ഉണ്ട്, എറണാകുളം. ഇപ്പൊ ഇവിടെയും നമ്മൾ എറണാകുളമാണ്, ഇവിടെയുണ്ട്, പിന്നെ കോട്ടയത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, ബാംഗ്ലൂരുണ്ട്. ശരി. ഇത്രയും സ്ഥലം നമുക്ക് എക്സ്പീരിയൻസ് സെന്റേഴ്സ് ഉണ്ട്. ആൾക്കാർക്ക് വന്ന് നോക്കാം, കാര്യങ്ങൾ സംസാരിക്കാം, ചെയ്യാം, എല്ലാം. 2018 ശേഷം ഏറ്റവും പ്രധാനമായിട്ട് വന്ന ഒരു വലിയ റവല്യൂഷൻ ബോർഡുകളുടെ കാര്യത്തിൽ അത് WPC-യും PVC ബോർഡിലുമാണ്. കാര്യം വെള്ളം കയറിയ സ്ഥലത്തുകളെല്ലാം തന്നെ അവർ ബോർഡ് ചെയ്യാൻ തുടങ്ങി PVC ബോർഡുകളിലോട്ട്. അതിലെനിക്ക് തോന്നുന്നു പലരും അറിഞ്ഞോ അറിയാതെയോ പേര് പറഞ്ഞ് ഇതായിട്ടോ അല്ലാതെയും മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ ബ്രാൻഡാണ് തോംസൺ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. നമ്പർ, ഗൂഗിൾ മാപ്പ്, ലൊക്കേഷൻ എല്ലാം കൃത്യമായിട്ടാണ് ബാക്കി ഇവർ ഡയറക്റ്റ് ചെയ്യും. താങ്ക് യു അജയ് ഫോർ കമ്മിങ്. അപ്പോൾ ഇത്രയൊരു നമുക്കൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പ്രോഡക്റ്റ് 10 പേര് കാണും, അതാണ് നമ്മുടെ ഉദ്ദേശം. അത് വന്നതിലും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. എടുത്ത് ചില പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസാണ്. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറയാം. നിങ്ങളുടെ മുറ്റത്തുള്ള ഏത് ഡീലർത്തും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സർവീസ് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കിട്ടും എന്നത് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാവും. നേരിട്ട് വിളിച്ചോ. വീണ്ടും കാണാൻ പറ്റും മികച്ച വീഡിയോയുമായി. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യയിൽ.